മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. വിശ്വാസം എന്നതോ ആശ്രയിക്കുന്നത് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഈ ക്രിസ്ത്യ ജീവിതം നമുക്ക് ഒவ்வொரு നാളും മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിശ്വാസം അല്ലാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. നേരത്തെ കേട്ടതുപോലെ വിശ്വാസം ഒவ்வொரு ദൈവ പൈതൽക്കും അത്യാവശ്യമാണ്. എനിക്ക് ഇന്ന് വിശ്വാസം ഉണ്ടായെന്ന് കുഴപ്പമില്ല. 4 സാഹചര്യങ്ങൾ മാറുമ്പോൾ നമുക്ക് അവിടെയും നമുക്ക് എന്താവശ്യം? വിശ്വാസം. അപ്പോൾ വിശ്വാസത്തിൽ നാം നാൾക്ക് നാൾ ബലപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കണം. വിശ്വാസത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ, ആ വിശ്വാസത്തിൽ നാം വളരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശ്വാസം ആവശ്യമാണ്. ആ വിശ്വാസം എങ്ങനെ നമുക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വചനത്താൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ വളരുവാൻ കഴിയും. നിങ്ങൾ ദൈവവചനം അല്ലാതെ മറ്റ് ഏത് കാര്യം കേട്ടാലോ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം എന്തായി പോകും? തളർച്ച, അല്ലെങ്കിൽ നിരാശ, അല്ലെങ്കിൽ നിങ്ങൾ ബലഹീനപ്പെട്ട് പോകും. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം എന്ന് വിളിക്കപ്പെട്ടവർ പലപ്പോഴും അവർ എന്ത് ചെയ്ത്? ദൈവത്തിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും. ஆனால் പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ സുവിശേഷങ്ങളാകട്ടെ അല്ലെങ്കിൽ മറ്റ് ലേഖനങ്ങളാകട്ടെ ഇവരെല്ലാം വ്യക്തികൾ എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. നാം പറഞ്ഞു മനസ്സിലാവുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വാസം കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണം? ഒരു സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ആവശ്യം? വിശ്വാസം. എന്നാൽ വചനം അത് വിശ്വാസം എന്നതോ ആശിക്കുന്നത് എന്താണ്? ആശിക്കുന്നത് നിങ്ങൾ എന്താ ആശിച്ച്? ആശിക്കുന്നത് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഇതുവരെ വെളിപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണം? വിശ്വാസം വേണം. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 27 മുതൽ 29 വരെ നമുക്ക് വായിക്കാം. 2 കുരുടന്മാർ എന്ത് ചെയ്ത്? യേശു കടന്നു പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളുടെ കരുണ തോന്നുമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്ന്. 27-ാം വാക്യത്തിലുള്ള 28-ാം വാക്യം. ഇവിടെ യേശു കർത്താവ് 2 കുരുടന്മാരുടെ ചോദിക്കുന്ന ചോദ്യം എന്തായിരുന്നു? എന്താണ് യേശു കർത്താവ് ചോദിച്ചത്? എന്ത് ചെയ്യുവാണ്?
സൗഖ്യം മാത്രമാണോ? കാഴ്ച. യേശു കർത്താവ് കൂടുതൽ ചോദിച്ചെന്താണ്? ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആരും ചോദിച്ച് യേശു കർത്താവ് ചെയ്യാൻ കഴിയാത്തതാണോ? എന്തുകൊണ്ട് യേശു കർത്താവ് ചോദിച്ചത്? വിശ്വാസം ഉണ്ടായത് അത് മാത്രമാണോ? യേശു കർത്താവിന്റെ അടുക്കൽ വന്നവരെ കർത്താവ് ഇത് ചെയ്തിട്ടുണ്ട്, സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആ സൗഖ്യം എങ്ങനെ വെളിപ്പെട്ടത്? വിശ്വാസം, വന്ന വ്യക്തിയുടെ വിശ്വാസം മുഖാന്തരമാണ് സൗഖ്യം വെളിപ്പെടുവാൻ ഇടയായി. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് 2 കൂട്ടന്മാർക്ക് കർത്താവ് ചോദിക്കുന്നത്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കണോ എന്ന് യേശു ചോദിച്ചതിന് കുടുംബം എന്ത് പറഞ്ഞു? ഊ കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവർ ഊ കർത്താവേ എന്ന് അവർ പറഞ്ഞപ്പോൾ വചനം പറഞ്ഞത്, അവൻ അവരുടെ കണ്ണ് തൊട്ടിന് സൗഖ്യം കിട്ടിയ അവർ കണ്ണ്, യേശു കർത്താവ് കണ്ണ് കൈവച്ചപ്പോ സൗഖ്യം കിട്ടിയ ഇല്ല. എന്താണ് പറഞ്ഞത്? ആ വചനം വായിക്കുക. ഇവിടെ അവരുടെ കണ്ണ് തൊട്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? ആരുടെ വിശ്വാസം പോലെ? നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ നിങ്ങൾ ഒരു സൗഖ്യമോ ദൈവത്തിന്റെ നന്മകൾ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം? വിശ്വാസം. വിശ്വാസം കൂടാതെ ദൈവത്തെ ആരും പ്രസാദിപ്പാൻ കഴിയത്തില്ല. മാത്രമല്ല, വിശ്വാസം കൂടാതെ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ ഒരു നന്മയും പ്രാപിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ രോഗശാന്തിയും അല്ലെങ്കിൽ രോഗസൗഖ്യമാകട്ടെ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? വിശ്വാസം വേണം. ആ വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ പറയേണ്ട ദൈവവചനം പറയാതെ നിങ്ങൾ രോഗസൗഖ്യം കിട്ടണമെന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് എന്ത് ലഭിക്കത്തില്ല? സൗഖ്യം ലഭിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ രോഗത്തിന്റെ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ പറയേണ്ട വചനം എന്താണ്? അവന്റെ അടിപ്പട എനിക്ക് സൗഖ്യമുണ്ട്, അല്ലെങ്കിൽ സൗഖ്യം വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്താണ്? സത്യമാണ്. ആ വചനം വിശ്വസിച്ചാൽ മാത്രമേ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവശക്തി വ്യാപരിക്കും. നിങ്ങൾ അത് പറയാതെ കർത്താവേ എന്നെ സൗഖ്യപ്പെടുത്തണമേ നിങ്ങൾ എത്ര വട്ടി 1000 വട്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലോ നിങ്ങൾക്ക് രോഗശാന്തി ലഭിക്കത്തില്ല. ഞാൻ പറയുന്നത് ദൈവ മക്കൾക്ക് ദൈവത്തെ അറിയാത്തവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കും. ദൈവത്തെ അറിഞ്ഞ മക്കൾക്ക് ദൈവവചനത്തോടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ, എസേക്കിയേൽ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, അവിടെ ദൈവം എന്ത് ചെയ്ത്? മനുഷ്യപുത്രനെ കൊണ്ടുപോയി താഴ്വരയിൽ നിർത്തിയിട്ട് എന്ത് ചെയ്ത്? ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു മാത്രമല്ല, അവിടെ എന്ത് ചെയ്ത്? കർത്താവ് എന്ത് പറഞ്ഞ്? ആ പ്രവാചകനോട് എന്ത് പറഞ്ഞു? കർത്താവ് ഈ അസ്ഥികളോട് പ്രവചിക്കാൻ പറഞ്ഞ്. എന്തുകൊണ്ട്? കർത്താവ് പറഞ്ഞല്ലോ. കർത്താവ് പറഞ്ഞപ്പോ എന്ത് സംഭവിച്ചില്ല? കർത്താവ് പറഞ്ഞല്ലോ. വായിച്ചു എസേക്കിയേൽ പുസ്തകം. കൽപ്പിച്ചത് എന്താണ്? എന്താണ്? നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് എന്താണ്? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം. ഇത് പറഞ്ഞാറാണ് ദൈവം പ്രവാചകനോട് പറഞ്ഞ വാക്യമാണ്. ആണോ? അപ്പോൾ ദൈവം പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഉണങ്ങിയ അസ്ഥികൾ ജീവൻ പ്രാപിച്ചില്ല? ദൈവം പ്രവാചകനോട് അരുളി ചെയ്തതാണ്, ഈ ഉണങ്ങിയ അസ്ഥികളോട് ദൈവത്തിന്റെ വചനം കേൾപ്പേൻ, ഞാൻ ഇത് എന്ത് കിട്ടോ? ശ്വാസം കൊടുക്കും, ഈ അസ്ഥിയോട് ചേരുമെന്ന്
ദൈവം പ്രവാചകനോട് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചില്ല? യാർ പറഞ്ഞപ്പോൾ സംഭവിച്ച്? പ്രവാചകൻ പറഞ്ഞപ്പോൾ മാത്രമേ സംഭവിച്ച്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്ന് കർത്താവ് ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളാണ് എന്ത് ചെയ്യണം? ആ അധികാരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ വായു തുറന്ന് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഇത്രേ ഉള്ളൂ: അവന്റെ അടിപ്പിണറാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എന്റെ രോഗങ്ങളെ അവൻ കാൽവരി ക്രൂശിൽ വഹിച്ച്. എന്നെ നിങ്ങൾ വിശ്വാസത്തോടെ പറയുമ്പോൾ മാത്രമേ അവിടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. പക്ഷെ നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്? ഒരു BP വന്നാൽ, ഷുഗർ വന്നാൽ അത് മാറത്തില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് ഒരിക്കലും മാറത്തില്ല. നിങ്ങളെ കഷ്ടിപിടിച്ചിരിക്കും. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ വചനം പറഞ്ഞു നോക്കുക, അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും.